നമസ്കാരം. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അതിവേഗത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന ഗൾഫ് മേഖലയിൽ യുദ്ധത്തിന്റെ തീപ്പൊരി വീണാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതവും നഷ്ടവും ഇന്ത്യക്ക് ഉൾപ്പെടെ ചെറുതല്ല. അറബ് രാജ്യങ്ങൾ കൂടി യുദ്ധത്തിന്റെ മുൻനിരയിൽ അണിനിരുന്നത് ലോകാവസാനത്തിലേക്ക് മാത്രമായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെയും ബഹ്റിനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സൈനികരെ അതിവേഗം പിൻവലിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആശങ്കകൾ ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലും ബഹ്റൈനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 5th ഫ്ലീറ്റിലും നിന്നുള്ള സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ. ഈ താവളങ്ങൾ അമേരിക്കയുടെ മധ്യപൂർവേഷ്യൻ സൈനിക തന്ത്രത്തിന്റെ ഹൃദയ കേന്ദ്രങ്ങളാണ് എന്ന് വേണം പറയാൻ. ഇറാനെതിരെയുള്ള സൈനിക നീക്ക ആശങ്ക ശക്തമാകുന്നതിനിടെയാണ് ഈ നീക്കം ഉണ്ടാകുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിവേഗം സൈനികരെ ഒഴിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ, സിറിയ, ഇറാഖ് താവളങ്ങളിൽ സേനകൾ തുടരുമെന്നും റിപ്പോർട്ടിൽ പറയും. അതിനിടെ അമേരിക്കയുമായി നടന്ന ചർച്ചയുടെ പുരോഗതി ഇറാൻ ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവിയുമായി പങ്കുവച്ചു. അൽ ഉദൈദ് താവളം മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് കമാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് പേർഷ്യൻ ഗൾഫിലും അമേരിക്കൻ കടലിലും അമേരിക്കയുടെ നാവിക സാന്നിധ്യത്തിന്റെ പ്രധാന ആസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള താവളങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നത് സാധാരണ സുരക്ഷാ ക്രമീകരണം എന്ന നിലയിൽ മാത്രം കാണാനാകില്ല. അത് ഏറ്റവും സാധ്യതയുള്ള ഭീഷണികളുടെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതുമയുള്ളതല്ല. ഇറാന്റെ ആണവ പദ്ധതി, അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീനത്തിനായുള്ള മത്സരം എന്നിവ വർഷങ്ങളായി ഇരു രാജ്യങ്ങളുടെയും ബന്ധം സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ അത് പരിമിതമായ സൈനിക നടപടിയായി മാത്രം ചുരുങ്ങാൻ സാധ്യത കുറവാണ്. അത് യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായി കണക്കാക്കപ്പെടേണ്ടതുണ്ട്. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ പ്രതികരണം അതിവേഗവും ശക്തവുമായിരിക്കാം. കൃത്യമായ വ്യോമാക്രമണങ്ങൾ, മിസൈൽ പ്രത്യാക്രമണങ്ങൾ, നാവിക ശക്തിയുടെ വ്യാപക വിന്യാസം എന്നിവ ഉടൻ ആരംഭിക്കും. ഇറാന്റെ സൈനിക താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, ആണവ സൗകര്യങ്ങൾ എന്നിവയുടെ ലക്ഷ്യമാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം സൈബർ ആക്രമണങ്ങളും ഡ്രോൺ യുദ്ധങ്ങളും വർദ്ധിക്കും. ഗൾഫ് മേഖലയിലെ സാധാരണ ജനജീവിതം, വ്യോമഗതാഗതം, വ്യാപാരം എന്നിവ വലിയ രീതിയിൽ ബാധിക്കപ്പെടും. ഗൾഫ് രാജ്യങ്ങൾ തന്നെ യുദ്ധഭൂമിയാകാനുള്ള ഭീഷണിയും നിലനിൽക്കും. ഖത്തർ, ബഹ്റിൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഉള്ളതിനാൽ അവ നേരിട്ട് ലക്ഷ്യമാകാനിടയുണ്ട്. പേർഷ്യൻ ഗൾഫ് ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത മാർഗമായതിനാൽ യുദ്ധ സാഹചര്യം രൂപപ്പെട്ടാൽ എണ്ണവില കുത്തനെ ഉയരുകയും ആഗോള സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. വിപണികളിലെ അനിശ്ചിതത്വം സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിലും പ്രതിഫലിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് മേഖലയോട് കടുത്ത നിലപാട് സ്വീകരിച്ച നേതാവായാണ് അറിയപ്പെടുന്നത്. ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും അദ്ദേഹം നിലനിർത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സൈനികരെ പിൻവലിക്കുന്നത് ഭയത്തിന്റെ അടയാളമാണോ അതോ ഒരു തന്ത്രപരമായ മുൻകരുതൽ നീക്കമാണോ എന്നതും വ്യക്തമല്ല. എങ്കിലും ഗൾഫ് മേഖല അതീവ സൂക്ഷ്മ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾ നേരിട്ട് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രാദേശിക പരിധിയിൽ ഒതുങ്ങില്ല. അത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയെ തന്നെ ബാധിക്കാവുന്ന ഒരു പ്രതിസന്ധിയായി മാറും. അതിനാൽ ഇത്തരം റിപ്പോർട്ടുകൾ വികാരപരമായി കാണാതെ തന്ത്രപ്രധാനവും നയതന്ത്രപരവുമായ പശ്ചാത്തലത്തിൽ വിലയിരുത്തപ്പെടുകയാണ് ഉചിതം. സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകം.